എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഒരു സന്ദേശവുമായി കടന്നു വരുവാൻ ബലവനായ ദൈവം സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പ്രത്യേകമായ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ഈ സന്ദേശം നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആശിക്കുന്നു. നിങ്ങളുടെ ഭാരത്തോടെ വേദനയോടെയൊക്കെ ആയിരിക്കുന്ന വിഷയങ്ങൾ വിവിധങ്ങളായിരിക്കുന്നവയെല്ലാം ദൈവം ആശ്വാസത്തിനും സമാധാനത്തിനുമായി പ്രവർത്തിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഈ സന്ദേശത്തിന്റെ തലക്കെട്ട് ബൈബിളിലെ വിവിധ കുഴികൾ എന്നുള്ളതായ കാര്യമാണ്. നമുക്കറിയാം, ബൈബിളിൽ ഒത്തിരി കുഴികളെ കുറിച്ച് നമുക്ക് കാണാം. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ചില കുഴികൾ മാത്രമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒന്നാമത്തേത് ഉൽപ്പത്തി പുസ്തകം. അതിൽ കാണുന്ന കീഴ്ക്കുഴികളാണ്. കീൽ എന്ന് പറഞ്ഞാൽ ഇന്ന് അതിന്റെ മലയാള പദം എന്ന് പറയുന്നത്, മലയാളത്തിൽ എന്ന് പറയുന്നത് കീൽ എന്നാണ്. പെട്രോൾ എന്നാണ് അതിന്റെ ഇപ്പോൾ അറിയപ്പെടുന്ന കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയോട് പറഞ്ഞു, പെട്ടകം ഉണ്ടാക്കിയിട്ട് അകത്തും പുറത്തും കീല് തയ്ക്കണം. ഗോപുരം, ബാബേൽ ഗോപുരം പണിയുന്ന സമയത്ത് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നതായ കാര്യം, പശ എന്ന് പറയുന്നത് ഇപ്രകാരമുള്ള കീല് ഉപയോഗിച്ചുകൊണ്ടാണ് അന്ന് ഉണ്ടാക്കിയത്. ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെയാണ്, പേർഷ്യൻ ഗൾഫ് എന്നീ ആ ഭാഗങ്ങളിൽ ആദ്യമുതലേ തന്നെ ഇഷ്ടംപോലെ സർവ്വസാധാരണമായി ഈ കീല്, പെട്രോളിയം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. മോശക്കുഞ്ഞിന്റെ ജീവിതത്തിൽ അപ്രകാരമാണ്. ഈജിപ്തിലെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ ഒരു അടിമയുടെ വീട്ടിൽ ഇത് സർവ്വസാധാരണമായി ഇത് ലഭിക്കത്തക്ക നിലയിൽ ഇത് അവിടെ സുലഭമായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. മോശക്കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് പെട്ടകമുണ്ടാക്കി അതിലിട്ട് ഒഴുക്കിക്കളയുവാനായിട്ട് മാതാപിതാക്കൾ ശ്രദ്ധിച്ച കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിൽ നമുക്ക് വെള്ളം കയറാതിരിക്കാൻ പെട്ടകത്തിന് അകത്തും പുറത്തും കീല് തേച്ചു എന്ന് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ കീൽ എന്ന് പറയുന്നതിന്റെ മലയാളത്തിൽ അതിനെ ഉരുവായി തീർന്ന കാര്യമെന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് കറുത്ത ദ്രാവകം പോലെയുള്ള ഒരു പശ, അതിനെ സംസ്കരിച്ചെടുത്താണ് പലതരം ഉൽപ്പന്നങ്ങളായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പം ആദിമകാലം മുതലേ എന്തുണ്ട്, ഇത് സർവ്വസാധാരണമായി ആ ഭാഗങ്ങളിൽ ഇത് സുലഭമായിട്ട് ലഭിക്കുന്നു എന്ന് നമുക്ക് തിരുവചനം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അമേരിക്കൻ, ബ്രിട്ടൻ ഈ രാജ്യങ്ങളിലാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വന്നപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞാനിങ്ങനെ പ്രസംഗങ്ങളിലൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദൈവവിശ്വാസിയായിരിക്കുന്ന ഒരു ദൈവവചനം വായിക്കും, ഈ ഭാഗങ്ങളിൽ ഇത് യഥേഷ്ടം സുലഭമായിട്ട് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അയാൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാനും തുടർന്ന് ഒരു വലിയ പ്രബന്ധം തയ്യാറാക്കി രാജാവിനെ അറിയിക്കുകയും രാജാവ് അപ്രകാരം ഒരു കപ്പൽ നിറയെ സാധന സാമഗ്രികളും ആളുകളും ഒക്കെ ആയിട്ട് ഇയാളെ, നമുക്കറിയാം ഇറാനിലാണല്ലോ ആദ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കണ്ടുപിടിച്ചത്, പിന്നീട് ബഹ്റൈൻ എന്ന് പറയുന്നു, പിന്നെ സൗദി, പിന്നെ കുവൈറ്റ്, ഇങ്ങനെയാണ് അത് ആ പ്രദേശങ്ങളിൽ കണ്ടെത്തുവാനൊക്കെ ഇടയായി തീർന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതുപോലെ ഈ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. 3 രാജാക്കന്മാരും 3-4 രാജാക്കന്മാർ ഒരുമിച്ച് 2 രാജ്യക്കാർ തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ സോദോം ഗൊമോറോ രാജാക്കന്മാര് ഈ യുദ്ധത്തിൽ തോറ്റ് ഓടിപ്പോകുമ്പോൾ സിദ്ദീം താഴ്വരയിൽ ഒത്തിരി കീഴ്ക്കുഴികൾ ഉണ്ടായിരുന്നു. ആ കുഴികളിൽ വീണ് അവർ മരണപ്പെടുവാൻ, അങ്ങനെ ആ യുദ്ധത്തിൽ തോറ്റുപോകുവാനൊക്കെ ഇടയായി തീർന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ഇവിടെ നമുക്ക് ദൈവവചനത്തിന്റെ പ്രസക്തിയെ, അതുപോലെ തന്നെ ഈ ശാസ്ത്രജ്ഞർ ഇത് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ആ രീതിയിലാണ് അവർ കടന്നുപോയി. അങ്ങനെ ആ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഇന്ന് കാണുന്ന രീതിയിൽ ഗൾഫ് മേഖല വർദ്ധിച്ചതും വളർച്ച പ്രാപിച്ചതും വികസിച്ചതും ഒക്കെ അത് അനേകം ജോലി സാധ്യതകൾ നമുക്ക് ലഭിച്ചതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ പലതിനും മറുപടി നൽകുവാൻ കഴിവുള്ളതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്കറിയാം. കുറേ ഉദാഹരണങ്ങൾ അതിനുണ്ട്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾക്ക് അടിസ്ഥാനമായത് ഓരോ ദൈവത്തിന്റെ വചനങ്ങളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആദാമിനെ ഗാഠനിദ്ര വരുത്തി എന്ന് പറയുന്ന ഭാഗത്ത് ആ ഭാഗം വായിച്ചുകൊണ്ടിരുന്ന സയന്റിസ്റ്റ് മനസ്സിലാക്കി, ഉറക്കിക്കെടുത്തിയാലേ ഈ വ്യക്തിയിൽ നിന്ന് പ്രയാസമില്ലാതെ ഓപ്പറേഷൻ ചെയ്തെടുക്കുവാനായിട്ട് കഴിയും. ഓപ്പറേഷനൊക്കെ അന്ന് ഓർമ്മക്കെടുത്താൻ പറ്റാത്ത നിലയിൽ കട്ടിലുമേലെ കൈകളൊക്കെ കെട്ടി കരിമല്ലന്മാർ പിടിച്ച് അങ്ങനെയാണ് ഓപ്പറേഷനൊക്കെ നടന്നിരുന്നത്. എന്നാൽ ഓർമ്മക്കെടുത്തുന്ന സമ്പ്രദായം കയറി വന്നപ്പോൾ ആ കണ്ടുപിടുത്തത്തിന് ഉടമ എന്ന് പറയുന്നത് ഈ ദൈവവചനം വായിച്ച് അത് അങ്ങനെ വിശ്വസിച്ച് വന്നപ്പോൾ അതിനെ അയാൾ ഒത്തിരി കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഓർമ്മക്കെടുത്തുന്ന അനസ്തേഷ്യ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടുത്തത്തിൽ നേടുവാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ആ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വികസനത്തിന്, വളർച്ചയ്ക്ക്, ആപത്ത് രക്ഷിക്കുവാനായി അങ്ങനെ ഒത്തിരി വലിയ സാധ്യതകൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കുവാനായിട്ട് കഴിയും. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. രണ്ടാമത്തേത് സങ്കീർത്തന പുസ്തകം 40-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നാശകരമായ കുഴിയിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് എന്നെ ഉയർത്തി, പിന്നെന്ത് ചെയ്തു, പാറമേൽ നിർത്തി, നാവുമേൽ പുതിയൊരു പാട്ട് തന്നു, ദൈവത്തിന് സ്തുതി എന്ന് പറയുന്ന വേദഭാഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും.
അപ്പോൾ നാശകരമായ കുഴി എന്ന് പറയുന്നത് നശിച്ചു പോകുന്നതാണ്, ഇനി തിരിച്ചു വരാൻ കഴിയാത്ത നിലയിലുള്ള ഒരു കുഴിയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നിത്യമായ നരകം, പാപങ്ങളുടെ ശിക്ഷ അനുഭവിക്കുന്ന സ്ഥലം. മനുഷ്യർക്ക് ഒരുക്കിയതല്ല, പിശാചായി മാറിയ ദൈവത്തിന്റെ ദൂതന്മാർ അന്ധകാര ശക്തികളെ ശിക്ഷിക്കുവാനായിട്ട് ഒരുക്കിയതാണ്. എന്നാൽ സുവിശേഷം അനുസരിക്കാതെ മുന്നോട്ട് പോകുന്നവരെ പാപത്തെ ശിക്ഷിക്കുന്ന ഇടമാണ് നിത്യമായ നരകം. അതിൽ നിന്ന് രക്ഷിക്കുവാൻ വേറെ വഴികളൊന്നുമില്ല, വീണ്ടും കയറി വരുവാനായിട്ട് ഒരു മാർഗമില്ല. അപ്പൊ പാപങ്ങളുടെ ശിക്ഷയാണ് നിത്യമായ നരകം എന്ന് പറയും. അപ്പൊ നിത്യമായ നരകത്തെയാണ് നാശകരമായ കുഴി എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കുഴഞ്ഞതായ ചേറ്റാണ്, ചേറ്റുകുഴി, അല്ലെ, ചതുപ്പ് നിലം. ചതുപ്പ് നിലത്തിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് മരണത്തിലേക്ക് പോകുന്നതായ ഒരവസ്ഥയാണ്. സ്വയമായി കയറി വരാൻ കഴിയുകയില്ല. ഓരോ പരിശ്രമങ്ങൾ അയാൾ വീണ്ടും 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 താഴ്ത്തി കളയുവാനായിട്ടിടയാകും, ആ ചതുപ്പിൽ ആണ്ടുപോകുവാനിടയായി. അപ്പോ സ്വന്തം പരിശ്രമം കൊണ്ട് ആ ചതുപ്പിൽ നിന്ന് കയറി വരാൻ കഴിയാത്ത കുഴിയാണ് കുഴഞ്ഞ ചേറ്റ്, കുഴഞ്ഞതായ ചേറ്റ്, ചേറ് പുതഞ്ഞു കിടക്കുന്ന. അത് പാപകരമായ ജീവിതത്തെയാണ്. നമുക്കറിയാം, നുണ പറഞ്ഞാൽ മറ്റേ നിലയിൽ പാപങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പാപത്തിൽ നിന്ന് ഒരു മോചനം, അതായത് പാപ സ്വഭാവത്തിൽ നിന്നൊരു മാറ്റം ലഭിക്കാതെ നമ്മൾ കുറെ തീരുമാനങ്ങൾ എടുക്കും, കുറെ പ്രതിജ്ഞകൾ എടുക്കും, അങ്ങനെ കുറെ പരിശ്രമങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ പരിശ്രമങ്ങളൊക്കെ തോൽവിയായിരുന്നു. അപ്പോൾ ഓരോ പരിശ്രമങ്ങൾ അയാൾ വീണ്ടും പാപത്തിലേക്കും അന്ധകാര ശക്തികളുടെ അടിമത്തത്തിലേക്കും നമ്മളെ താഴ്ത്തിക്കളഞ്ഞു. അപ്പോൾ പാപത്തിന്റെ ശിക്ഷ നിത്യമായ നരകം, അതായത് നാശകരമായ കുഴിയിലേക്ക് മരണത്തിനപ്പുറം നമ്മൾ പ്രവേശിപ്പാനിടയായിത്തീരും. എന്നാൽ അവിടെ പിന്നീട് പറയുന്നത് ഇങ്ങനെയാണ്, വലം കരം പിടിച്ച് നമ്മെ ഉയർത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ഉയരത്തിൽ നിന്ന് ഒരു കരം വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ, ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ നാശകരമായ കുഴി എന്ന് പറയുന്നത് പാപകരമായ ജീവിതമാണ്. പാപകരമായ അവസ്ഥയിൽ നിന്ന് ഉയരത്തിൽ നിന്ന് ഒരു കരം നമ്മെ പിടിക്കുവാനായിട്ട് ഇടയായിത്തീരും, നമ്മുടെ വലം കരം പിടിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഉയരത്തിൽ നിന്ന് വന്നതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു എന്ന് പറയുന്നത് സുവിശേഷമാണ്. എന്താണ് യേശുക്രിസ്തുവിലൂടെ, സുവിശേഷത്തിലൂടെ മാനവജാതിക്ക് ഈ ചതുപ്പിൽ ആണ്ടുപോകുന്ന നിത്യമായ നാശകരമായ കുഴിയിലേക്ക് വീണു പോകുന്നവരെ രക്ഷിക്കുവാൻ ഇടയായി തീർന്നത് നമ്മുടെ മാനവലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും കർത്താവ് ഏറ്റെടുത്ത് ആ പാപത്തിന്റെ ശിക്ഷ അനുഭവിച്ച് പരിഹാരം വരുത്തി, പ്രായശ്ചിത്തം വരുത്തി ആ കർത്താവിന്റെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപങ്ങളെ ക്ഷമിക്കുകയും യേശുവിന്റെ രക്തത്താൽ വിശുദ്ധരായി തീരുവാനും ഇടയായിത്തീരും. ഇങ്ങനെയുള്ളവർ യേശുവിന്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ആത്മാവാകുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുകയും ആ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനെ വീട് ജനിച്ച് നിത്യജീവനെ പ്രാപിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുകയും ദൈവ മക്കളായി തീരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ പാപത്തെ മാറ്റി, നമ്മുടെ ഉള്ളിൽ അന്ധകാര ശക്തികളെ മാറ്റി അമ്മ നമ്മുടെ പാപങ്ങളെ കർത്താവിന്റെ ഏറ്റുപറയുകയും യേശുവിനെ എന്റെ ഹൃദയത്തിൽ വസിക്കുകയും ചെയ്യുമ്പോൾ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുവാനായിട്ടിടയാണ്. പാപിക്ക് പകരം, പാപത്തിന് പകരം പാപമോചനം തന്ന് നമ്മെ വിശുദ്ധരാക്കുവാനായിട്ടിടയായി. എത്ര വലിയ പാപങ്ങൾ ചെയ്താലും ആ പാപങ്ങളൊക്കെ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട്, അതിന് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ഇനി നാം ശിക്ഷ അനുഭവിക്കേണ്ടതില്ല. ഇത് വിശ്വസിച്ച് കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയാം. അപ്പോൾ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുകയും യേശുവിന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കുകയും യേശുവിന്റെ ഹൃദയത്തിൽ വരണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് നിത്യമായ ശിക്ഷ നമ്മിൽ നിന്ന് ഒഴിവായി തീരും. നാം വീണ്ടും ജനിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരും. മക്കളായിട്ട് ഇന്ന് ഭൂമിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ആ ബന്ധത്തിൽ നിലനിൽക്കുവാനും കഴിയും. അങ്ങനെ ഒരു ഭാഗ്യകരമായ ഒരു അനുഭവം. പാറമേൽ നിർത്തിയിരിക്കുക. ഉറപ്പുള്ള പാറ എന്ന് പറയുന്നത് യേശു കർത്താവിനെയാണ്, ദൈവവചനത്തെയാണ്. യേശുവിലും ദൈവവചന പ്രകാരം ജീവിക്കുന്ന ഒരു വിശിഷ്ടമായ അനുഭവത്തിൽ നിർത്തി നമ്മുടെ ഗമനത്തെ സ്ഥിരമാക്കി ഇനി ആണ്ടുപോകുകയില്ല, ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് കഴിയും. എന്നിട്ട് എന്ത് ചെയ്യാനാണ്? ദൈവത്തിന് നാവുമേൽ ഒരു പാട്ട് തന്നു, പുതിയൊരു പാട്ട്. എന്താണ്? ദൈവത്തിന് സ്തുതി പാടുവാൻ. അങ്ങനെ ദൈവത്തെ ആരാധിപ്പാൻ, പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാനാണ് പാപമോചനം തന്ന് വിശുദ്ധരാക്കി ഈ ഭൂമിയിൽ നമ്മെ വെച്ചിരിക്കുന്നത്. എന്നാൽ ഭൂരിപക്ഷം പേരും എന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, കർത്താവിനോട് പാപങ്ങളെ മോചിച്ചുവോ എന്നൊന്നും ഉറപ്പില്ല. പാപങ്ങളൊക്കെ എപ്പോഴെപ്പോഴും ക്ഷമിക്കണമേ എന്ന് പറയും. അതിനെ പരിഹാരങ്ങളും പ്രായശ്ചിത്തങ്ങളും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് പാപത്തിന് പരിഹാരം വരുത്തുകയാണ്. അവരുടെ പാപം ഒരിക്കലും ക്ഷമിച്ചു കിട്ടുകയില്ല. ആ കാശ് പോയി, ആ സമയം പോയി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വിശ്വാസത്താലാണ്, കർമ്മങ്ങളാലല്ല, പരിഹാരങ്ങളാലല്ല, പ്രായശ്ചിത്തങ്ങളാലല്ല പാപമോചനം. യേശുവിന്റെ കുരിശിലെ മരണം എന്റെ പാപത്തിന്റെ ശിക്ഷയായിരുന്നു, എല്ലാ പാപങ്ങളുടെ ശിക്ഷയായിരുന്നു എന്ന് വിശ്വസിച്ച് കർത്താവിനോട് ഏറ്റുപറയുമ്പോഴാണ്, പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുമ്പോഴാണ് നമുക്ക് പാപക്ഷമ നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്. അങ്ങനെ നിത്യശിക്ഷ നാശകരമായ കുഴിയിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും നമ്മെ രക്ഷിപ്പാനായി നമുക്ക് ഉയരത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചതാണ് യേശുക്രിസ്തുവും അവനിലൂടെയുള്ള സുവിശേഷവും ദൈവത്തിന്റെ വചനം. നമ്മെ ഇന്ന് ക്രിസ്തുവിൽ പാറമേൽ നിർത്തിയിരിക്കുകയാണ്. വചനമനുസരിച്ച് ജീവിക്കുവാനായിട്ട് ഇടയാകണം. പാരമ്പര്യമായിട്ട് ജീവിക്കരുത്, പാരമ്പര്യമായി ജീവിച്ചു വന്ന രീതിയിൽ തുടരരുത്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അതിനനുസരിച്ച് വേണം ജീവിക്കാൻ. അതാണ് ഉറപ്പുള്ള പാറ. അല്ലെ, ബുദ്ധിമാൻ എന്ത് ചെയ്യുന്നു? ആഴത്തിന്മേൽ കുഴിച്ചെന്ത് ചെയ്യും? അടിസ്ഥാനമിട്ട വീട്. അപ്പൊ പാറമേൽ അടിസ്ഥാനമിട്ട വീട് പോലെ നമ്മൾ ദൈവവചന പ്രകാരം ജീവിപ്പാൻ ഇടയായിത്തീരണം. നാശകരമായ കുഴി മാറിപ്പോകും. കുഴഞ്ഞതായ ചേറ്റിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ഇടയായിത്തീരും. ഒരു പുതിയൊരു പാട്ട് നമ്മുടെ നാവിന്മേൽ ദൈവം തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി പാടുക. ദൈവം സഹായിക്കട്ടെ. നിങ്ങളെ അങ്ങനെ അപ്രകാരം ആരാധിക്കുന്നവരായി, പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുന്നവരായിട്ടല്ല, ആരാധിക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആത്മനിർവും അനുഗ്രഹങ്ങളും വിടുതലുകളും ആരാധനയും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. മൂന്നാമത്തേത് നമുക്കറിയാം, ധനവാനി ലാസറിന്റെ ഉപമയിൽ പറയുന്നതായ ഒരു പിളർപ്പുണ്ട്. അല്ലെ, നമുക്ക് അറിയാവുന്നത്, ധനവാൻ മരിച്ചു, അവൻ യാതന അനുഭവിച്ചുകൊണ്ട് കിടക്കുകയാണ്. ലാസർ മരിച്ചു, ദൈവത്തിന്റെ ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിത്തട്ടിലേക്ക് കൊണ്ടുപോകുവാനിടയായി. അവനെ താൻ വേദന അനുഭവിക്കുന്നില്ല, അതുപോലെ തന്നെ ഭൂമിയിലുള്ള കാര്യങ്ങൾ അറിയുന്നില്ല, അബ്രഹാം പിതാവിനെ കാണുവാനായിട്ട് ഇടയാകുന്നില്ല, അവനെക്കുറിച്ച് ഒന്നും അറിയുന്നില്ല.
ദൈവത്തിന്റെ വചനം പറയുന്നത് എങ്ങനെയാണ്? കാണുവാനോ കേൾക്കുവാനോ അനുഭവിക്കാനോ കഴിയാത്ത നിലയിൽ നാം രാത്രിയിൽ ഉറങ്ങുന്നത് പോലെ അവൻ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ്, ഉറങ്ങുകയാണ്, വിശ്രമിക്കുകയാണ്, സ്വസ്ഥത അനുഭവിക്കുകയാണ്. എന്നാൽ സുവിശേഷം അനുസരിക്കാത്ത ധനവാന്റെ പാപത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണാം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എനിക്ക് തോന്നുന്നു അവിടെ പറയുന്നത് ധനവാൻ യാതന അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇനി ഈ ധനവാനെ എന്ത് ചെയ്യും? മാനസാന്തരപ്പെട്ടാലേ ഒരു കാര്യമില്ല. അവിടെ കിടന്ന് മാനസാന്തരപ്പെടുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നുണ്ട്, ഭൂമിയിലുള്ളവർക്ക് വേണ്ടി, അവർ ഇവിടെ വരാതിരിക്കാൻ വേണ്ടി, അവർ മാനസാന്തരപ്പെടാൻ വേണ്ടി ഒക്കെ അബ്രഹാം പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു കാര്യവുമില്ല. അപ്പൊ മരണത്തിന് ശേഷം എന്ത് ചെയ്താലും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ആത്മാവിനെ ഒരു കാര്യം ചെയ്യാനായിട്ട് കഴിയില്ല, ഒരു പ്രയോജനമല്ല. ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിനെ വിളിച്ചപേക്ഷിപ്പാനും പാപമോചനം പ്രാപിപ്പാനും യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിപ്പാനും അത് ജലത്തിൽ സാക്ഷിക്കുന്ന സ്നാനപ്പെട്ടവർക്ക് മാത്രമേ മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത് കാര്യം, ഇവിടേക്ക് അവിടെ ഒരു പിളർപ്പുണ്ട് എന്നാണ് പറയുന്നത്. എനിക്ക് അങ്ങോട്ട് വരാനും അല്ലെ, അബ്രഹാം പിതാവിനെ അങ്ങോട്ട് വരാനും അവർക്ക് ഇങ്ങോട്ട് വരുവാനും കഴിയാത്ത വണ്ണം അവിടെ ഒരു ഗർത്തമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ മരണത്തിന് ശേഷം നമുക്ക് ഒന്നും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല. അത് നമ്മുടെ കാശ് കളയുന്നതാണ്, അത് സമയം കളയുന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ മാനസാന്തരപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം, സുവിശേഷം അനുസരിച്ചുള്ള ഒരു ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നിത്യജീവനിലേക്ക്, സ്വർഗത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് സൗജന്യമാണ്. ഈ സമയം ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. ഒരു പൈസ ചെലവുമില്ല. കാശില്ലാത്തവന്, കാലില്ലാത്തവന് ഇരുന്ന ഇരുപ്പിൽ നമുക്ക് ഈ വലിയ നിത്യജീവനെ പ്രാപിക്കുവാനായിട്ട് കഴിയും. നാലാമത്തേതായ കാര്യമെന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 15:14 അവിടെ പറയുന്നത്, കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. കുരുടൻ എന്ന് പറയുന്നത് കാഴ്ചയില്ലാത്തവനാണ്. അവൻ ആത്മീയ ഭാഷയിൽ ഓരോ പ്രിയപ്പെട്ടവരും, കണ്ണില്ലാത്തവനും കാതില്ലാത്തവനും കാലില്ലാത്തവനും എല്ലാ പ്രിയപ്പെട്ടവരും, വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനാലും എല്ലാവർക്കും ഒരേ വിലയാണ്. ഒരു ആത്മാവിന്റെ വില ഈ ലോകത്തേക്കാളൊക്കെ വിലയുള്ളതാണ്. നമുക്കിവിടെ നമ്മൾ കാര്യങ്ങൾ മാറ്റം വരുത്തിയത്, എന്നാൽ ദൈവം മുമ്പാകെ എല്ലാവരുടെ ആത്മാവിനും ഒരേ വിലയാണ്. അപ്പം ഇവിടെ പറയുന്നത് കാഴ്ചയില്ലാത്തവൻ എന്ന് പറയുന്നത് നിത്യജീവനെ പ്രാപിക്കാത്തവർ, വഴിയറിയാത്തവർ, അങ്ങനെ കുരുടരായി തീർന്നവർ, ദൈവത്തെ അറിയാത്ത, പാപമോചനം എങ്ങനെ പ്രാപിക്കാൻ കഴിയുമെന്നും ആ സുവിശേഷ സത്യം എന്തെന്നും അറിയാത്തവരാണ് കാഴ്ചയില്ലാത്തവർ. അവർ കുരുടന്മാരെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴുവാനായിട്ടിടയാം. അതായത് നിത്യമായ നരകത്തിലേക്ക് പോകേണ്ടി വരും. ഇവിടുത്തെ കുഴി നമുക്ക് വിഷയമില്ല, നമ്മളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വീഴുന്നവരാ. പക്ഷെ ആ കുഴി എന്ന് പറയുന്നത് നാശകരമായ കുഴിയാണ്. അപ്പോ സുവിശേഷം അനുസരിച്ച് ദൈവവചന പ്രകാരം പാപമോചനം പ്രാപിച്ച് നിത്യജീവനെ പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന് സ്നാനപ്പെട്ടവർ, അവർ പറയുന്ന ദൈവവചനം അനുസരിച്ച് മുന്നോട്ട് പോകുന്നവർ കുഴിയിൽ വീഴുകയില്ല. അവർ ദൈവ തേജസ്സിൽ മുൻപോട്ട് നടക്കുവാനായിട്ട് ഇടയാകും. കർത്താവിന്റെ പ്രത്യക്ഷ നാളിൽ അവർ കർത്താവിന്റെ അതേ തേജസ് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പം കുരുടനെ വഴി നടത്തിയാൽ ഇരുവരും കുഴിയിൽ വീഴും. അപ്പൊ കാഴ്ചയുള്ളവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അപ്രകാരം ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. യെശയ്യാ 24:17-18 ഇങ്ങനെ ഒരു വാക്യമുണ്ട്. പേടിച്ചിട്ട് അവൻ എന്ത് ചെയ്തു? ഓടിയപ്പോ എന്തായി? കുഴിയിൽ വീണ് കയറി അവൻ കെണിയിലകപ്പെട്ടു. പേടി എന്ന് പറയുന്നത് നമ്മള് ദൈവത്തിന്റെ ആത്മാവ്, ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, ധൈര്യത്തിന്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. എന്നാൽ ദൈവവചനം അനുസരിക്കുവാനായി പല പ്രിയപ്പെട്ടവർക്കും പല നിലയിൽ തടസ്സം ഉണ്ടാകും. ഒന്ന് ഭയം ഉണ്ടാകും അല്ലെ. നമ്മുടെ ബന്ധുക്കള്, നമ്മുടെ വീട്ടിലുള്ളവര്, അയൽവാസികള്, കൂട്ടുകാരന്മാര്, ബന്ധുക്കൾ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ വചനം ഇങ്ങനെ അനുസരിച്ച് മുന്നോട്ട് പോയാൽ അവർക്ക് വിഷമം വരും, അല്ലെങ്കിൽ അവര് ചോദ്യം ചോദിക്കും, അല്ലെങ്കിൽ അങ്ങനെ എല്ലാവരും ഒറ്റപ്പെട്ടു പോകാനൊക്കെ ഭയങ്കര ഭയമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഭയമുള്ളവർ അത്ര നല്ല ഒരു രീതിയിലല്ല നമുക്ക് തിരുവെഴുത്ത് നമുക്ക് പറയുന്നത്. അപ്പം ആ ഭയത്തിന്റെ ആത്മാവ് അവരിൽ വ്യാപരിക്കുമ്പോൾ അവിടെ ആ വാക്യത്തിന്റെ ബേസ് ചെയ്തിട്ട് പറയുന്ന കാര്യമാണ്, അവൻ ഓടേണ്ടി വരും. അപ്പോൾ ഭയത്തിന്റെ ആത്മാവിനാൽ പോകുന്നവർക്ക് അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല, ഓടേണ്ടി വരും. ഓടിയാൽ അവിടെ കൊണ്ട് നിൽക്കുകയില്ല, ഓടിയാൽ അവർക്ക് കുഴിയിൽ വീഴുവാനായിട്ട് ഇടയാകും. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെയാണ്. കുഴിയിൽ നിന്ന് എങ്ങനെയും പിടിച്ചു വരച്ച് കയറി കഴിഞ്ഞാലോ കെണിയിൽ അകപ്പെടുവാനിടയാകും. പാപത്തിന്റെ, പിശാചിന്റെ, ലോകത്തിന്റെ, ജഡത്തിന്റെ കെണിയിലൊക്കെ അകപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പോൾ ഇവിടെ എന്തായിരുന്നു ആ തുടക്കം എന്ന് പറയുന്നത്? അവിടെ ഭയമായിരുന്നു, പേടിയായിരുന്നു അവനെ ഭരിക്കുവാനിടയായിത്തീർന്നു. ദൈവത്തിന്റെ വചനം അനുസരിക്കുവാൻ, സുവിശേഷം അനുസരിക്കുവാൻ നമുക്ക് ദൈവത്തിന്റെ ആത്മാവ് ധൈര്യം തരും. ഇത് ഒരു വേറിട്ട നിലയിൽ പോകേണ്ട കാര്യമാണ്. ഭൂരിപക്ഷം പേരും ഇങ്ങനെയുള്ള നിലയിലല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ ചുറ്റിലും അങ്ങനെയുള്ള നിലയിലല്ല അവർ ജീവിക്കുന്നത്. ആത്മീയ കാര്യങ്ങൾ വളരെ വ്യത്യസ്തരാണ്. ദൈവവചനം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് ഒട്ടും എന്ത് ചെയ്യാൻ കഴിയില്ല, സമ്മതിക്കാൻ കഴിയുകയില്ല. എന്നാൽ ദൈവവചന പ്രകാരം ജീവിക്കണമെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ധൈര്യം തരും. അതല്ല, ഭയത്തോടെ നിന്നു എങ്കിൽ ഓടേണ്ടി വരും. ഓടിക്കഴിഞ്ഞാൽ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറിയാൽ കെണിയിൽ അകപ്പെടുവാനായിട്ട് ഇടയാകും. അപ്പൊ ഭീരുത്വത്തിന്റെ ആത്മാവിനല്ല, ധൈര്യത്തിന്റെ ആത്മാവാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. 8-ാമത്തെ വാക്യത്തിൽ ഭീരുക്കൾ, അതുപോലെ വിഗ്രഹാരാധികൾ, അവിടെ 5-6 കൂട്ടം കാര്യങ്ങളുണ്ട്. അപ്പൊ ഭീരുക്കൾ ഇവരൊക്കെ ദൈവരാജ്യത്തിന് അവകാശമാക്കുകയില്ല എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുള്ള ധൈര്യം തള്ളിക്കളയരുത്. അപ്പോൾ പല ഈ സുവിശേഷമൊക്കെ അനുസരിക്കുമ്പോൾ നിന്നവരും
പരിഹാസം വരും, അപമാനം വരും, ഒറ്റപ്പെടുത്തലുകൾ വരും ഈ ദൈവവചനം അനുസരിക്കുന്നത് കൊണ്ട്. ചിലപ്പോൾ ഇവിടെ നമ്മുടെ പ്രധാന വിഷയം എന്താണ്? ഭയം, പേടി അല്ലെ? ഈ പേടി നമ്മുടെ ഉള്ളിൽ വരാൻ ഇടയാകരുത്. ദൈവത്തിന്റെ ആത്മാവ് ധൈര്യത്തിന്റെ ആത്മാവാണ്. സത്യത്തിന് വേണ്ടി നിലനിൽക്കണം, ദൈവവചനത്തിന് വേണ്ടി നിലനിൽക്കണം. ദൈവവചനം അനുസരിച്ചാണ് ദൈവം നമ്മെ രക്ഷിപ്പാനും ശിക്ഷിപ്പാനും ഒക്കെ ഇടയായി തീരുന്നത് എന്ന് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 37:24 പറയുന്ന ജോസഫിനെ ഇട്ട പൊട്ടക്കുഴിയ. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയ. അപ്പോ നമുക്കറിയാം, ജോസഫ് തന്റെ സഹോദരങ്ങളുടെ ക്ഷേമാന്വേഷണം നടത്താൻ വേണ്ടി പോയതാ. പക്ഷെ അസൂയ മൂത്ത് സഹോദരങ്ങൾ അവനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിടുവാനായിട്ടിടയായി. എന്നാൽ പിന്നീട് ആ ശ്രമം മൂത്തമായ രൂപൻ അവനെ രക്ഷിക്കാൻ വേണ്ടി അവൻ ഒരു കാര്യങ്ങൾ പറയുവാനിടയായി തീർന്നു. എന്താണ്? നമുക്കവനെ ഇസ്മായിലേക്ക് അവനെ വിൽക്കാമെന്ന് പറഞ്ഞ് അവനെ ആ പൊട്ടക്കയിൽ നിന്ന് കയറ്റി ഇസ്മായിലേക്ക് വിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവൻ നല്ലൊരു കാര്യത്തിന് വേണ്ടി, ക്ഷേമാന്വേഷിക്കാൻ വേണ്ടി, അവരെ സുഖമായിരിക്കുന്നു എന്നറിയേണ്ടതിന് വേണ്ടി ഒക്കെയാണ് പോയത്. ആത്മാർത്ഥമായ ഒരു സ്നേഹം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അത് അവർക്ക് മനസ്സിലായില്ല. അവർ അവനെ പൊട്ടക്കഴിയിലിട്ടു. പിന്നീട് അവനെ ഇസ്മായിലേക്ക് വിൽക്കുവാനായിട്ട് ഇടയായി. നാളുകൾക്ക് ശേഷം ഈജിപ്തിലെ രണ്ടാമനായി ജോസഫ് വരുവാനിടയായി. പിന്നീട് അവസാന ഭാഗങ്ങളൊക്കെ കാണാൻ കഴിയുന്നത് ഈ സഹോദരങ്ങൾ അവിടെ ഭക്ഷണത്തിന് വേണ്ടി, ക്ഷാമത്തിൽ ജീവൻ നിലനിർത്തേണ്ടതിന് വേണ്ടി ആ ഈജിപ്തിലേക്ക് കടന്നു വരികയും തങ്ങളുടെ സഹോദരനായ ജോസഫിന്റെ മുമ്പിൽ ഒക്കെ വരുന്ന ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ ജോസഫ് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നെ ദൈവം നിങ്ങൾക്ക് മുൻപായി എന്നെ ഇവിടേക്ക് അയച്ചു, നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ദൈവം എന്നെ മുന്നമേ അയച്ചു എന്നാണ് അവൻ പറയുന്നത്. ഒരു പരാതിയില്ലാത്ത, എതിർക്കാത്ത ഒരു അപൂർവ വ്യക്തിത്വമായി നമുക്ക് നമ്മുടെ ജോസഫിനെ കാണുവാനായിട്ട് കഴിയും. കുഴിയിലിടുമ്പോഴും അവിടെ നിന്ന് കയറ്റിയപ്പോഴും അത് ഇസ്മയിലേക്ക് വെക്കുമ്പോഴും അവനെ എണ്ണിപ്പറക്കുന്ന, അല്ലെങ്കിൽ ഭീഷണി പറയുന്ന, അല്ലെങ്കിൽ വെല്ലുവിളിക്കുന്ന, അല്ലെങ്കിൽ ശക്തമായി എതിർക്കുന്ന ഒരു നില അവനിൽ കാണുവാനായിട്ട് കഴിയുന്നില്ല. പിന്നീട് എല്ലാം ഹൃദയപൂർവ്വം മറന്ന, അവരെ സ്നേഹിക്കുന്ന, അവരെ ജീവനെ നിലനിർത്താൻ വേണ്ടി, അവരുടെ കുടുംബങ്ങളെ നിലനിർത്താൻ വേണ്ടി കരുതുന്ന ഒരു ജോസഫിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു അത്ഭുതകരമായ ഒരു വ്യക്തിത്വമാണ് ജോസഫ് എന്ന് കാണുവാൻ. നമ്മുടെ ജീവിതത്തിലെ സ്നേഹം, നമ്മുടെ കുടുംബത്തിലെ ഐക്യത, ഇതിനുവേണ്ടിയൊക്കെ നമുക്ക് ജോസഫ് ഒരു വെല്ലുവിളിയാണ്, ഒരു മാതൃകയാണ് എന്ന് നമുക്ക് കാണുവാൻ, മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏഴാമത്തെ ഒരു ഭാഗം കൂടി പറയാം. 2 രാജാക്കന്മാരുടെ പുസ്തകം 3-16 വാക്യത്തിലാണ്. അവിടെ യഹൂദ രാജാവ്, ഇസ്രായേൽ രാജാവ്, ഏദോം രാജാവ് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് മോവാബ് രാജാവിനെ ആക്രമിക്കാനായി പോകുമ്പോൾ 7 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം ലഭിക്കാതെ വന്ന് അവർ വലിയ പ്രതിസന്ധി നേരിടുവാനിടയായി. ആ സമയത്ത് പ്രവാചകനെ വിളിക്കുകയും പ്രവാചകന്റെ ആലോചന പ്രകാരം അവർ ആ യുദ്ധത്തിൽ ജയിക്കുകയും അങ്ങനെ അവരുടെ ജീവൻ നിലനിർത്തുവാനൊക്കെ ഇടയായിത്തു. അവിടെ ദൈവത്തിന്റെ പ്രവാചകൻ ഒരു ആലോചന പറയുകയാണ്: നിങ്ങൾ ഈ അനേകം കുഴികൾ വെട്ടുവിൻ, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. കാറ്റ് കാണുകയില്ല, മഴ കാണുകയില്ല, ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. അങ്ങനെ അപ്രകാരം സംഭവിച്ചു. കാറ്റുണ്ടായില്ല, മഴയുണ്ടായില്ല, ആ താഴ്വര വെള്ളം കൊണ്ട് നിറഞ്ഞു. ആ വെള്ളം ശത്രുക്കൾക്ക് അത് വേറെ രീതിയിലൊക്കെ തോന്നി. അവസാനം ശത്രുക്കൾ ഇവിടെ വാളിന് ഇരയായിത്തു. അങ്ങനെ വലിയൊരു വിജയവും അവർക്ക് ലഭിച്ചു. ജീവൻ നഷ്ടപ്പെട്ട് അവിടെ അവസാനിക്കേണ്ട സ്ഥാനത്ത് ദൈവം അത്ഭുതകരമായി അവരെ ഒന്നും അവരുടെ കയ്യിലുള്ള ഒന്നുകൊണ്ടല്ല, അത്ഭുതകരമായി അവർക്ക് വേണ്ടി വെള്ളത്തെ നൽകി. അത്ഭുതകരമായ വെള്ളം കൊണ്ട് തന്നെ ആ ഇസ്രായേൽ ജനത്തിന് ശത്രുവിന്റെ മേൽ വലിയ വിജയം നൽകുവാനായിട്ട് ഇടയായി. അപ്പൊ അവിടെ കാണുവാൻ കഴിയുന്നത്, നമുക്ക് നമ്മുടെ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. നമുക്കറിയാം, കർത്താവിനെ അടക്കി, കല്ലറയിൽ അടക്കി, വലിയ കല്ല് ആ ഗുഹാമുഖത്ത് ഉരുട്ടി വെക്കുവാനൊക്കെ ഇടയായിത്തു. പിന്നീട് റോമൻ എംപീരിയെ മുദ്ര വെച്ചിട്ടുണ്ട്. കാരാഗ്രഹം കാക്കുവാനായിട്ട് പടയാളികളുണ്ട്. എന്നാൽ ഞായറാഴ്ച മറിയയും അവിടെ കൂടി ആ പ്രിയപ്പെട്ടവരൊക്കെ അതിരാവിലെ പുറപ്പെടുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്: കർത്താവിന്റെ കല്ലറയിലെ കല്ല് ആര് ഉരുട്ടി മാറ്റും? നമുക്ക് അതിലേക്ക് കടക്കാൻ കഴിയില്ല, കല്ല് ഉള്ളതുകൊണ്ട് നമുക്ക് പോകേണ്ട എന്ന് പറഞ്ഞ് അവർ നിന്നില്ല. അവർ എന്ത് ചെയ്യുക? വളരെ പ്രതീക്ഷയോടെ, വിശ്വാസത്തോടെ അവർ പുറപ്പെടുവാനായിട്ട് ഇടയായി. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുവാനിടയാകണം: കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയാകും, അവനിൽ ആശ്രയിക്കുവാനായിട്ട് ഇടയാകും. അതുപോലെ സ്റ്റെപ്പുകൾ ചെയ്യുവാനായിട്ട് ഇടയാകും, വിശ്വാസത്തിൻ്റെതായ സ്റ്റെപ്പുകൾ ചെയ്യുവാനായിട്ട് ഇടയാകും. ദൈവം അത്ഭുതകരമായി ആ വിശ്വാസത്തെ ദൈവം മാനിക്കുവാനായിട്ട് ഇടയാകും. ഇത് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ പ്രതിസന്ധിയിൽ, ആ പ്രതിസന്ധിയിൽ വളരെ പ്രയാസത്തോടെ അവരുടെ ജീവൻ പോയി എന്ന് വിചാരിച്ചവരായി ആ 3 രാജാക്കന്മാരും സൈന്യവും അവിടെ ഒടുങ്ങിപ്പോകേണ്ടതായിരുന്നു. എന്നാൽ അവരുടെ ജീവനെ ലഭിക്കുകയും അത് മാത്രം പോരാ, അവർ അതിനപ്പുറം വലിയ വിജയം ലഭിക്കാനിടയായിത്തു. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ ചെയ്യാനിടയായി. ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ ചെയ്യുവാൻ ദൈവം നമ്മെല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. പിന്നീട് നമുക്ക് 2 ശക്തന്മാരായ പ്രവാചകന്മാരാണ് ദാനിയേൽ, യിരെമ്യാവ്. ഞാൻ പ്രസംഗിക്കുന്നില്ല. ദാനിയേൽ അവരൊക്കെ ഇതുപോലെ, ദാനിയേൽ സിംഹക്കുഴിയിൽ വീണു, യിരെമ്യാ പ്രവാചകൻ ചെളിക്കുഴിയിൽ വീണു. അതൊക്കെ അവിടെ ശിക്ഷ രീതികളായിരുന്നു. എന്നാൽ അവിടെയെല്ലാം യിരെമ്യാവ് ശക്തനായ ഒരു പ്രവാചകനായി പുറത്തു വന്നു. ദാനിയേലിന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിന്റെ മഹത്വം അന്നറിയപ്പെടുന്ന ലോകത്തിലൊക്കെ അറിയപ്പെടുവാനായിട്ട് ഇടയായി. നമ്മുടെ ജീവിതത്തിലെ ചില കഷ്ടതകളും ചില തകർച്ചകളും ഒക്കെ നമ്മെ നശിപ്പിക്കാനല്ല, നമ്മളെ എല്ലാം അവസാനിപ്പിക്കാനല്ല, അപ്പുറത്ത് അധികം ശോഭയോടെ, അധികം അനുഗ്രഹത്തോടെ,
ആമേ ദൈവത്തിന് മഹത്വം പെരുമാറ് നാം പ്രയോജനപ്പെടുവാനായിട്ട് ഇടയാകും. അതുകൊണ്ട് തകർന്നു പോകരുത്, തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയാകും. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ, വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു കാര്യം കൂടെ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അത് പരസ്യമായി സാക്ഷിക്കുന്ന ജലത്തിലെ സ്നാനമെടുത്ത് കൂട്ടായ്മകളെ ആചരിച്ച് മുന്നോട്ട് വരുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവവചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു.